Good morning, teacher. Sit down. ടീച്ചർ നല്ല മഴ ഭഗവാൻ ടീച്ചർ ഒന്ന് വരരുതേ. ടീച്ചർ മിക്കവാറും എന്നെ മഴക്ക് പറയാൻ ടീച്ചറെ ക്ലാസ് ഇപ്പൊ കാണരുത് ഭഗവാൻ. അയ്യോ ടീച്ചർ വന്നു. അയ്യോ മേക്കാണേ ടീച്ചർ. എന്തുവാടോ ഇത്? എല്ലാ ദിവസവും എന്താ ലേറ്റ് ആണല്ലോ. എടി നീ ടൂറിന് പോകുന്നുണ്ടോ? ഇല്ലടി ഞാൻ പോകുന്നില്ല. നീ പോകുന്നുണ്ടോ? ഞാൻ പോകുന്നുണ്ട്. നീ പൈസ എല്ലാം കൊണ്ടുവന്നോടി? ഞാൻ പൈസ കൊണ്ടുവന്നല്ലോ. എടി നീ അവിടെ ചെന്നിട്ട് അടിച്ചു പൊളിച്ച കാര്യങ്ങളും കഥയെല്ലാം എന്നോട് പറയണേടി. ഞാൻ പറയാം. സമയത്തിനും കാലത്തും വരത്തുമില്ല, സംസാരത്തിനൊട്ടും ഒരു കുറവുമില്ല. മാളവികെ മിണ്ടായിരുന്നേ, എന്തുവാ ഇത്? സോറി ടീച്ചർ. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചേ. ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ ട്രിപ്പിന്റെ ക്യാഷ് എല്ലാവരും കൊണ്ടുവരണമെന്ന്. എത്ര പേര് കൊണ്ടുവന്നു? എല്ലാരും കൊണ്ടുവന്നല്ലേ? വെരി ഗുഡ്. വാങ്ങാം കേട്ടോ. പകുതി കുട്ടികൾ പൈസ തന്നിട്ടുണ്ട്. ബാക്കി പൈസ തരാനുള്ള കുട്ടികൾ നാളെ കൊണ്ടുവരിക. നാളെയാണ് ലാസ്റ്റ് ഡേറ്റ്. ഈ ബാക്കി ബുക്സ് ഒക്കെ ലീഡറിന് കൊടുത്തോളൂ. പിന്നെ ഇന്നല്ലോ ലാസ്റ്റ് ഡേറ്റ് പ്രോജക്റ്റിന്റെ. ആരാ ചെയ്യാനേ? ആരാ എഴുന്നേക്ക? മാളവിക. എന്തുവാടോ ഇത്? കഴിഞ്ഞ മാസം തന്ന പ്രോജക്റ്റ് അല്ലേ? തനിക്ക് എന്താ ചെയ്താല്? പ്രോജക്റ്റ് ചെയ്യത്തില്ല, ഹോംവർക്ക് ചെയ്യത്തില്ല, പിന്നെ ബുക്ക് പൊതിയത്തില്ല. ഗെറ്റ് ഔട്ട്. ഒരു എക്സ്ക്യൂസും കേൾക്കണ്ട. ഗെറ്റ് ഔട്ട്. ഗെറ്റ് ഔട്ട്. എന്താ മോളെ, എന്താ കരയുന്നേ? ഒന്നുമില്ല ടീച്ചർ. എന്നാലും എന്താ പറ്റി? വെളിയിൽ എന്താ നിർത്തിയേക്കുന്നേ? എന്താ കരയുന്നേ? പ്രിയ ടീച്ചർ വഴക്ക് പറഞ്ഞോ? എന്തോ പറ്റി? എന്തിനാ വഴക്ക് പറഞ്ഞു? ടീച്ചർ പ്രോജക്റ്റ് ചെയ്യാതെ എന്താ പ്രോജക്റ്റ് ചെയ്യാന്? അമ്മയ്ക്ക് സുഖമില്ല. അത് കാരണം വീട്ടിൽ പൈസ ഒന്നുമില്ല. അത് കാരണം ഞാൻ പ്രോജക്റ്റ് ചെയ്യാതെ. ടൂറ് പോകുന്നുണ്ടോ? ഇല്ല, അമ്മ പറഞ്ഞു പൈസ അതോടെ പോവാൻ. കരയാതെ. ആരൊക്കെ ടൂറ് പോകുന്നുണ്ട് ക്ലാസ്സില്? എല്ലാരും പോകുന്നുണ്ട്, ഞാൻ മാത്രം പോകുന്നില്ല. നമുക്ക് വഴി ഉണ്ടാക്കാം കേട്ടോ. കരയാതെ. അല്ല നീ തുടച്ചു. ടൂറിന്റെ പൈസ ഇതാരുടെയാ? ഞങ്ങളുടെ എന്റെ ക്ലാസ്സിലെ 2-3 പിള്ളേർ പേര് നാളെ എഴുതിക്കോളാം. വരാത്തതാരാ? മാളവിക. ഈ പ്രാവശ്യം നമുക്ക് കുറെ പിള്ളേരുണ്ടല്ലോ ടീച്ചറെ. അതെ, ഈ പ്രാവശ്യം നല്ല കുട്ടികളുണ്ട്. മാളവികയോ? മാളവികയുണ്ട്. മാളവിക ഈ പ്രാവശ്യം വരുന്നുണ്ട്. മാളവിക എന്റെ ക്ലാസ്സിൽ ആ കൊച്ചു വരുന്നില്ല. വരുന്നുണ്ട്. കാരണം അതിന്റെ പൈസ ഞാനായിടുന്നത്. ഞാനതിനെ ടൂർ കൊണ്ടുവന്നു. ടീച്ചർ എന്തിനാ ടീച്ചറെ വല്ല പിള്ളേർക്കും വേണ്ടി കഷ്ടപ്പെടുന്നു? അങ്ങനെ പറയല്ലേ ടീച്ചർ. കാരണം അതിനെ വെളിയിൽ ഇറക്കി നിർത്തി കഴിഞ്ഞപ്പോൾ അത് കരഞ്ഞ് അവിടെ നിൽക്കുന്ന കണ്ടിട്ട് ഞാൻ അതിൻ്റെ അടുത്ത് പോയി സംസാരിച്ചപ്പോൾ കാരണം അതിന് സുഖമില്ലാതെ അതിൻ്റെ വീട്ടിൽ അമ്മ കിടപ്പാ. പിന്നെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ പഠിപ്പിക്കുക മാത്രമല്ല ചെയ്യേണ്ടുന്നത്. ഇപ്പം എന്തെങ്കിലും ഒരു ഇതുണ്ട്, ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ട്, കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുണ്ട്, അത് നമ്മളെ ചോദിച്ചറിയുക. അത് ആദ്യം ചെയ്യേണ്ടുന്നത്. ചോദിച്ചറിഞ്ഞിട്ട് നമ്മളെ പറ്റുന്ന രീതിയിൽ നമ്മളൊരു ഇത് ചെയ്യുക. ഞാനത് ചോദിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ അത് ചെയ്തില്ല, അതിന് ഒന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട് വെളിയിൽ ഇറക്കി നിർത്തി. ചിലപ്പോൾ ടീച്ചറിന് അതിൻ്റെ ആവശ്യമില്ലായിരിക്കും, പക്ഷെ എന്നുണ്ട് ഈ ഒരു ബുദ്ധിമുട്ട് അറിയത്തില്ലായിരിക്കും. പക്ഷെ ഞാൻ ഇതെല്ലാം കടന്നു വന്ന വ്യക്തിയാണ്. അതിൻ്റെ ബുദ്ധിമുട്ട് അതിൻ്റെ കണ്ണിൽ നിന്ന് വായിക്കുക, അതെനിക്ക് മനസ്സിലായി. ഞാൻ അതുകൊണ്ടാണ് അതിനെ ടൂർ കൊണ്ടുവന്നത്. അതിന് ടീച്ചറിന് വല്ല എതിർപ്പുണ്ടോ? എല്ലാം ഒന്ന് ആലോചിച്ച് നോക്കി എന്തൊക്കെയാണ് അതിനെ പറഞ്ഞതെന്ന്. ഞാൻ കേട്ടോണ്ട് നിൽക്കുമായിരുന്നു. ടീച്ചർ ഞാൻ അടുത്ത ക്ലാസ്സിലോട്ട് പോവാം. ടീച്ചർ ഒന്ന് ചിന്തിച്ച് നോക്കാം, ആലോചിച്ച് നോക്കാം.